ചെയ്യുന്ന പെയിന്റിന് ഒരു അലർജി കാരണം പുള്ളിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. പെയിന്റിന് അലർജി കാരണം എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ വൊമിറ്റ് ചെയ്യുക. കാരണം ഇത് പെയിന്റിനാണ് അലർജി, അത് മറ്റു അലർജി ആയിരുന്നു? പെയിന്റിന്റെ അലർജി ആയിരുന്നു. ഓക്കെ. എത്ര കൊല്ലമായിട്ടുണ്ടായിരുന്നു? 2 വർഷമായിട്ട്. പെയിന്റിന്റെ പണിയാ ചെയ്യുന്നത്, പക്ഷെ 2 വർഷമായിട്ട് പെയിന്റിന് അലർജി. ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെയായിരുന്നു ഈ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട്? എന്തൊക്കെയായിരുന്നു അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട്? തണുത്ത ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, പച്ചവെള്ളം കൈ കൊണ്ട് പോലും തൊടാൻ പറ്റത്തില്ല. കൈ കൊണ്ട് പോലും തൊടാം. എന്ത് തോന്നുന്നു അപ്പോ? ഛർദിക്കും, ചുമച്ച് ഛർദിക്കും. പച്ചവെള്ളം തൊട്ടാൽ ഛർദിക്കും. പിന്നെന്തുവായിരുന്നു പ്രയാസം? ഛർദിക്കുമായിരുന്നു. ആഹാരം കഴിക്കുന്ന കൂടെ ശ്രദ്ധിക്കുക. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. എന്നെ ഇദ്ദേഹം വന്നത് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അസുഖം കംപ്ലീറ്റ് മാറിയത്. പൂർണ്ണമായിട്ട് മാറിപ്പോയി. പുള്ളി അതിനുശേഷം ജോലി ചെയ്യാൻ പോയി. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴേ ദേഹത്ത് മൊത്തം ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം ഇതുവരേക്കും ചുമ വന്നിട്ടില്ല. അലർജി മാറിപ്പോയി. ഒന്ന് കൈകളെടുത്ത് കർത്താവിനെ സ്തുതിച്ചേ. ഇദ്ദേഹത്തിന്റെ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചേ. യേശുവിൻ നാമത്തിൽ ലങ്സുകൾ സൗഖ്യമാവട്ടെ. ഫിൽ ദ പവർ ഓഫ് ഗാഡ്. 2 വർഷമായിട്ട് താൻ പെയിന്റ് ജോലി ചെയ്യുന്നു. പെയിന്റ് ജോലി ചെയ്യുമ്പോഴും തനിക്ക് അലർജി ആയിരുന്നു. എന്റെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. കൈകളെടുത്തൊരു നല്ല ആമേൻ പറഞ്ഞേ. എന്റെ യേശു ജീവിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തണുത്ത ആഹാരം കഴിക്കാം, പച്ചവെള്ളത്തിൽ കുളിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടർഫുൾ. അദ്ദേഹത്തിന്റെ സന്തോഷം നോക്കിയേ. തണുത്ത ആഹാരം കഴിക്കാം, പച്ചവെള്ളത്തിൽ കുളിക്കാം. ഹല്ലേലൂയ. ഒന്ന് കൈയടിക്കാത്തത് നിങ്ങൾ? ഹല്ലേലൂയ പറയാത്തത്? വണ്ടർഫുൾ ചെയ്യും കേട്ടോ. സന്തോഷമായിട്ട് പോ. ബ്രദറെ, ഈ അങ്കിളിന്റെ പേര് യേശുദാസൻ എന്നാണ്. അദ്ദേഹം മണ്ണന്തലയിൽ നിന്നാണ് വരുന്നത്. യേശുദാസൻ, മണ്ണന്തല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഭാര്യയ്ക്ക് കിട്ടിയ ഒരു അത്ഭുത രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനാണ്. ഭാര്യ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ, പറഞ്ഞാട്ടെ. അദ്ദേഹം വൈഫ് കുറെ നാളുകളായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഈ അടുത്ത സമയത്ത് കിഡ്നിക്കും പ്രശ്നമായി. ഇവർ വളരെ ഭാരപ്പെട്ടങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇവരെ പെട്ടെന്ന് അസുഖം കൂടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ അസുഖം വളരെ കൂടുതലായതുകൊണ്ട് ICUയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ ഈ കുടുംബം വളരെ ഭാരത്തിലായിരുന്നു. പല പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ ഭാരത്തിലായിരുന്നുകൊണ്ട് ഇവർ വളരെ നെഞ്ചുരുകി പ്രാർത്ഥിക്കൂ. ആ കൂട്ടത്തിൽ തന്നെ അവരുടൻ നമ്മുടെ അഞ്ചലിലേക്കൊന്ന് വിളിച്ച്, കോൾ സെന്ററിലൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പെട്ടെന്ന് അവർക്ക് തോന്നുകയും അതനുസരിച്ച് ഇദ്ദേഹം വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു സിസ്റ്ററാണ് ഫോൺ എടുത്തത്. സിസ്റ്ററിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ വിശ്വാസത്തോടുകൂടി ആ വിഷമങ്ങൾ മുഴുവൻ ആ സിസ്റ്റർ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വന്നു. അരമണിക്കൂറിനുള്ളിൽ ഈ ICUയിൽ വളരെ കൂടുതലാണെന്നും പറഞ്ഞ് പ്രവേശിപ്പിച്ചിരുന്ന ആളെ അരമണിക്കൂറിനുള്ളിൽ ICUയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ